ഹായ്, വെൽക്കം ടു ഇറ്റ്സ് ശില്പ ഷോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഒന്ന് ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകുവാണ്. അപ്പം ഫേസിൽ ഭയങ്കരമായിട്ട് പിമ്പിളാണ്. അപ്പോൾ 7 മന്ത് കംപ്ലീറ്റ് ആകാറായി, പ്രഗ്നൻ്റ് ആണ്. 7 മന്ത് കംപ്ലീറ്റ് ആകാറായി. അപ്പം ഫേസിലൊക്കെ ഭയങ്കര പിമ്പിളായതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേന്ന് ഓർത്ത് നമ്മളിങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെ കുറച്ച് പൊട്ടും സിന്ദൂരവും ഒക്കെ തൊട്ട് നമ്മളെ തന്നെ ഒന്ന് കൊള്ളാം എന്നാക്കിയെടുത്തു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയും ഉണക്ക് കപ്പയും മീൻ കറിയായിരുന്നു. ഇതാണ് ചേച്ചി, ഇതാണ് അമ്മ. അപ്പം ചേച്ചിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ഡെയിലി ലൈഫ് വിത്ത് ഗ്രീഷ്മ എന്നാണ് ചേച്ചിയുടെ ചാനലിൻ്റെ പേര്. ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളും ഷോർട്സും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇപ്പം ഞങ്ങളും ഇത്രയും പേര് വീട്ടിലുള്ളായിരുന്നു. ബാക്കി എല്ലാവരും ജോലിക്ക് പോവുകയും അങ്ങനത്തെ ഓരോ ആവശ്യങ്ങൾക്കായി വെളിയിൽ പോയേക്കുവാണ്. അപ്പം കൊച്ചിന് വാരി കൊടുത്തുകൊണ്ടൊക്കെ അങ്ങനെ കഴിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. രാവിലെ സമയത്തൊക്കെ മുറ്റത്തിറങ്ങിയതിന് കുഴപ്പമില്ല, വലിയ വെയിലൊക്കെ ആകുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 10 കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആവും. ഇതാണ് അമ്മയുടെയാണ് ചെടിയൊക്കെ. അമ്മയാണ് ഇവിടെ ചെടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അമ്മ ചെടിയൊക്കെ നട്ടു വെക്കുകയും ഒക്കെ അമ്മയാണ് ചെയ്യുന്നത്. ഇത് റോസ, അങ്ങനെ കുറച്ച് ചെടികളുണ്ട്, ഒരുപാട് ചെടിയൊന്നുമില്ല. നമുക്ക് ഒരുപാട് ചെടി നട്ടാൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ വെള്ളം പെട്ടെന്ന് പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് അധികം ചെടിയില്ല. ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷം ഓണ സമയത്ത് പൂക്കൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ബാലൻസ് മിച്ചമൊക്കെ വന്ന പൂവിൻ്റെ അരിയൊക്കെ ഇട്ട് ഇതൊക്കെ കിളുത്തി പ്രാവശ്യം വന്നതാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ചെടി. കൊണ്ടൊരു കുഞ്ഞ് റോസയാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ. ഒരുപാട് ഹൈറ്റ് വെക്കാത്ത ഇങ്ങനെ കുഞ്ഞ്. ഇതിപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ നടാനാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ബോൾസ് ഉണ്ട്, ഒരു വയലറ്റ് കളറാണ് ഈ ഒരു പൂവിന് വരുന്നത്. ഇത് പിന്നെ നമ്മുടെ അടുക്കള വശത്തുള്ളൊരു ചിലിമ്പി മരമാണ്. എനിക്ക് ഈ ചിലിമ്പി കുഞ്ഞ് ചെറുതിൽ ഉണ്ടായി കഴിയുമ്പോഴേ അത് ഇങ്ങനെ പറിച്ച് അച്ചാറിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. പച്ചയ്ക്ക് കഴിക്കാനൊന്നും ഇഷ്ടമില്ല. അപ്പം ഈ ചിലിമ്പി, ഇരുമ്പുള്ളി, അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പേരൊക്കെയാണ് ഇതിന് വരുന്നത്. പിന്നെ ഞങ്ങളൊന്ന് പറമ്പിലോട്ട് കയറിപ്പോയി. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആദിക്കുട്ടനും ഉണ്ട്. അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ കയറിപ്പോയത്. അപ്പം ജസ്റ്റ് ഇവനിവിടെ എല്ലാം ഒന്ന് കാണിക്കാമെന്നൊക്കെ ഓർത്തു. അപ്പം ഞാൻ വീഡിയോയും കൂടെ എടുത്തു. അപ്പം നമ്മളിപ്പം പറമ്പിൽ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. കപ്പ അങ്ങനെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. ഇതാണ് കിണർ വരുന്ന. കിണറ്റിൽ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കി. അവന് കയറി നോക്കാൻ പറ്റത്തില്ല. പിന്നെ അതിലേക്കൂടെ ഒക്കെ നടക്കുമായിരുന്നു. കപ്പ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്നു. അപ്പം കപ്പയൊക്കെ പറിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കപ്പയ്ക്ക്. എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാണ്? കപ്പ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ? കപ്പയും മീൻകറിയും കപ്പയും ചിക്കനും ഒക്കെ അത് വേറൊരു ടേസ്റ്റാണ്. ഇതൊരു കറിവേപ്പാണ്. നമ്മളിവിടെ നിന്നാണ് കറിവേപ്പില എടുക്കുന്നത്. ഈ സൈഡിലൊക്കെ ബന്ദിയുടെ അരി ഇങ്ങനെ കിളുത്ത് നിൽപ്പുണ്ട്. അതൊക്കെ ഇപ്പം വലിയതായി. കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പൂക്കും. പിന്നെ ഇത് 2 വാഴയാണ്. ആദ്യക്കൂടെ എന്നോട് ഓരോ കാര്യമൊക്കെ പറഞ്ഞ് ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കൊച്ചിനിതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ അതിലേക്കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാതെ വീട്ടിലോട്ടൊക്കെ ഇറങ്ങി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പിള്ളേർക്ക് വലിയ ഇഷ്ടമാണല്ലോ. അപ്പം അങ്ങനെ നടക്കുമായിരുന്നു. ഇത് പൂടക്കിഴങ്ങാന്ന് തോന്നുന്നു. ഇപ്പം വള്ളി പോലെ മേലോട്ട് കായ്ച്ചു പോകുന്നതാണ്. ഈ കാച്ചിലൊക്കെ പോലെ കയറി പോകുന്നതാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ പൂടക്കിഴങ്ങ് അങ്ങനത്തെ? പിന്നെ വേറെ എന്തെങ്കിലും പേര് ഉണ്ടോ? നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചക്കയാണ്, ബ്ലോക്ക് പ്ലാവിൻ്റെ ചക്കയാണ്. ബ്ലോക്ക് പ്ലാവിൻ്റെ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു തൈ പോലെ ആയിരിക്കും ആ പ്ലാവ് നിൽക്കുന്നത്. അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചക്കയൊക്കെ അതിങ്ങനെ താങ്ങി നിൽക്കും. നമ്മളൊരു ചാക്കൊക്കെ അടിയിലിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് വേറൊരു കറിവേപ്പാണ്.
അപ്പം നമ്മുടെ അമ്മ കയറി വന്നിട്ടുണ്ടായിരുന്നു കിണറ്റിൽ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമുക്കങ്ങനെ ചൂട് ഭയങ്കര കൂടുമ്പോഴത്തേക്കും വെള്ളം പറ്റും, പിന്നെ പിറ്റേ ദിവസം വെള്ളമാവും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ മഴയൊന്ന് പെയ്യുമായിരുന്നെ വളരെ സന്തോഷമായിരുന്നു, നമ്മൾ കിണറ്റിൽ വെള്ളമായേനെ. ഇനി ഇത് കണ്ടില്ലേ, കാച്ചിൽ കയറ്റി വിട്ടേക്കുവാണ്. അപ്പം അതിന് ആ വള്ളി കൊടുത്തങ്ങ് കയറ്റി വിട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. അതൊരു റംബൂട്ടാൻ്റെ മരമായിരുന്നു. പിന്നെ ഇതേ വീണ്ടും ഒരു കറിവേപ്പ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചേന നട്ടിട്ടുണ്ടായിരുന്നു. ചേനയൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. ചേന ഇഷ്ടമല്ല, എനിക്ക് ചേന ഇഷ്ടമാണ്. ചേന പുഴുങ്ങിയത്, കാച്ചിൽ പുഴുങ്ങിയത്, ഇതൊക്കെ എനിക്ക് ഇപ്പം ഇഷ്ടമാണ്. പണ്ടൊന്നും എനിക്കിത് ഇഷ്ടമേ അല്ലായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ സ്ഥിരം വീട്ടിൽ ഇതുള്ളതുകൊണ്ട് നമുക്ക് വലിയൊരു ഇതില്ല. പക്ഷേ ഇപ്പം വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ട് നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കാണുന്ന ഒരു പേരയാണ്. പിന്നെ ഇതൊരു മാവാണ്. കണ്ടില്ല, ഇതൊന്നും കായ്ച്ചിട്ടില്ല. ഇതൊക്കെ ബ്ലോക്കാണ്, പക്ഷെ ഇതൊന്നും കായ്ച്ചിട്ടില്ല. പിന്നെ ഇതൊരു ചാമ്പയാണ്. എന്താ ഈ ചാമ്പയുടെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം കുറച്ച് പൂവൊക്കെ ഇട്ടായിരുന്നു, പക്ഷെ അതൊക്കെ കൊഴിഞ്ഞു പോയി. ഇനി ഇത് എന്താണ്, ഇങ്ങനെ കായ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നല്ല രസമാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടി. ഇത് പിന്നെ നമ്മുടെ കപ്പളങ്ങ ഉമ്മയ്ക്കാന്നൊക്കെ അറിയപ്പെടും. ഇതെല്ലാവരുടെ വീട്ടിലുള്ളതല്ലേ. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി, വെളിയിലോട്ട് ഇറങ്ങി. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ചൂടുമുണ്ട്, കൊതുകും ഒക്കെ. അപ്പോൾ ചേച്ചി, നമ്മുടെ അമ്മയും പിന്നെ നമ്മുടെ അച്ഛൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫാണ്, ഇന്ദ്രകൊച്ചമ്മയാണ്. അപ്പം ഞാനും ആദ്യക്കൊണ്ടും ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.